കിട്ടാതായി കഴിഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും നേടണം എന്നുള്ള ഒരു വാശിയായിരുന്നു. ദെൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു രസം പിടിച്ചിട്ടാണ് പിന്നെയും അതിൻ്റെ പുറകെ പോയത്. എംഎഡ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2023 ഡിസംബറിൽ എനിക്ക് ആദ്യത്തെ നെറ്റ് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ്റെ അകത്തായിരുന്നു ഫസ്റ്റ് നെറ്റ് കിട്ടിയത്. ഇത്തവണ എനിക്ക് കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജൂൺ 2025 സൈക്കിളിൽ കൊമേഴ്സിൽ എലിജിബിലിറ്റി ടു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നെറ്റ് നേടിയ ഹസീനയാണ്. ഹസീന, സ്വാഗതം. താങ്ക് യു സർ. നമ്മളിരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കഴിഞ്ഞ സൈക്കിളുകളിലായിട്ട് നെറ്റും എലിജിബിലിറ്റി ടു PhD അഡ്മിഷനും ഒക്കെ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നേടിയത്. അതൊന്ന് ചുരുക്കി പറയാമോ? ഏതൊക്കെ സബ്ജക്റ്റുകളിലായിരുന്നു ആ ജേണി? നെറ്റ് പരീക്ഷ ഇത്രത്തോളം ഇഷ്ടപ്പെടാനും 3 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ ക്വാളിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള എഫേർട്ട്, ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പഠിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് ഹസീന. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു MCom MEd ഗ്രാജുവേറ്റ് ആണ്. ഞാൻ കൊമേഴ്സ് 2017 പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടൊരു 3.5 ഇയേഴ്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കോളേജിൽ. അപ്പോൾ ആ ഒരു ജേണിയിലാണ് എനിക്ക് ആ ഒരു ടീച്ചിങ്ങിനോടുള്ള പാഷൻ നല്ല രീതിയിൽ വന്നതും നെറ്റ് നേടണം എന്നുള്ള ആ ഒരു തോന്നലൊക്കെ വന്നത്. ഞാൻ MComന് പഠിക്കുന്ന സമയത്തൊക്കെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ എനിക്ക് പേപ്പർ 1 മാർക്ക് കുറവായതുകൊണ്ട് എലിജിബിലിറ്റി കിട്ടാതെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം ഞാൻ ടീച്ചിങ്ങിനോടുള്ള ആ ഒരു പാഷൻ കൊണ്ട് BEdന് ജോയിൻ ചെയ്തു. BEd കംപ്ലീറ്റ് ചെയ്തു. MEd ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിനിടയിലൊക്കെ ഞാൻ നെറ്റിന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. MEd ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2023 ഡിസംബറിൽ എനിക്ക് ആദ്യത്തെ നെറ്റ് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ്റെ അകത്തായിരുന്നു ഫസ്റ്റ് നെറ്റ് കിട്ടിയത്. അതിനുശേഷം നെറ്റ് എഡ്യൂക്കേഷനകത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും JRF കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി നെക്സ്റ്റ് സൈക്കിളിൽ ജൂൺ 24 ഞാൻ എഡ്യൂക്കേഷനിൽ പിന്നെയും ട്രൈ ചെയ്തു. അപ്പോൾ വീണ്ടും എനിക്ക് നെറ്റ് കിട്ടി. അപ്പോൾ കുറച്ചും കൂടി പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ദെൻ ഞാൻ സൈഡായിട്ട് ഒരു തേർഡ് PG ചെയ്യുന്നുണ്ട്, MA ഇൻ സൈക്കോളജി. ഞാൻ കഴിഞ്ഞ സൈക്കിളിൽ ജൂൺ 24 ഞാൻ സൈക്കോളജിയിലായിരുന്നു നെറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്താണ് അഡ്മിഷൻ ടു PhD ക്വാളിഫൈ ചെയ്തത് ഡിസംബർ 20. ദെൻ ജൂൺ 25 നമുക്ക് HSST കൊമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കൊമേഴ്സിൻ്റെ അകത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ കൊമേഴ്സിന് അപ്ലൈ ചെയ്തു. ഇത്തവണ എനിക്ക് കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റി. കൺഗ്രാറ്റ്സ്. പലരും ഒരു സബ്ജക്റ്റിൽ തന്നെ നെറ്റ് നേടാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. എന്താ ഇതിന്റെ പിന്നിൽ ഒരു വിജയ രഹസ്യം എന്ന് ചോദിച്ചാൽ? അത് ഫസ്റ്റ് നമുക്കൊരു കിട്ടാതായി കഴിഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും നേടണം എന്നുള്ള ഒരു വാശിയായിരുന്നു. ദെൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു രസം പിടിച്ചിട്ടാണ് പിന്നെയും അതിൻ്റെ പുറകെ പോയത്. പിന്നെ നമ്മളുടെ ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനകത്ത് നമുക്ക് സബ്ജക്റ്റിനകത്ത് നെറ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ്. പഠിക്കുക എന്നുള്ളത് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇനിയും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. റെക്കോർഡുകളൊക്കെ നേടാനായിട്ടുള്ള ശ്രമത്തിലാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ് നേടുന്നത് ബുദ്ധിമുട്ടെന്ന് പറയുന്ന പല അറ്റംപ്റ്റുകൾ വേണ്ടി വന്ന് ഇത് ഉപേക്ഷിച്ച് പോകുന്ന വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ പാഷൻ എന്ന് പറഞ്ഞാൽ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാനാണ്. പക്ഷെ പഠിക്കാൻ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളെ മുന്നിൽ കിട്ടിയപ്പം അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ? ഒരു സബ്ജക്റ്റ് ഇപ്പോൾ 3 സബ്ജക്റ്റുകളിൽ 2 നെറ്റ് നേടി, 1 എലിജിബിലിറ്റി ടു PhD, അതായത് ഏറ്റവും ടോപ്പ് 10-15% ആൾക്കാരിൽ ഒരാളാണ് ഇന്ത്യയിലുള്ളതിൽ ഈ 3 സബ്ജക്റ്റുകളിൽ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഹസീന എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിന് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കി വെക്കും? എങ്ങനെ ആ പഠന ജേർണി മുന്നോട്ട് പോകും? പരീക്ഷയോട് അടുത്ത് എന്ത് ചെയ്യും? ഒരു 6 months പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഏകദേശം അങ്ങനെയല്ലേ പ്രിപ്പറേഷൻ വരിക? അതെങ്ങനെ തുടങ്ങി, എങ്ങനെ കടന്നുപോയി, എങ്ങനെ എൻഡ് ചെയ്യും? ഫസ്റ്റ് നമ്മൾ സിലബസ് നല്ലപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏത് സബ്ജക്റ്റിൻ്റെ അകത്താണ് നമ്മൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു സിലബസ് എങ്ങനെയാണ്, ആ 10 യൂണിറ്റ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇതാക്കുക. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഗുണമായിട്ടുള്ളത് പേപ്പർ 1 അകത്ത് എനിക്ക് സ്കോർ കൂടുതൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും പേപ്പർ 1 കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനകത്തുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പേപ്പർ 1 അകത്ത് മാക്സിമം സ്കോർ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്.
പിന്നെ നമ്മുടെ സബ്ജക്റ്റിനകത്ത് നെറ്റിന് വേണ്ടി പഠിക്കാതെ നമ്മൾ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കും, അതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പാടാത്ത ടോപ്പിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനകത്തുള്ള എന്താണ് വിട്ടുപോയത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം എനിക്കില്ല. ഞാനിങ്ങനെ കേട്ട് പഠിക്കുക, അതുപോലെ തന്നെ ആൾക്കാരെ പഠിപ്പിച്ച് പഠിക്കുക, ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. കമ്പൈൻഡ് സ്റ്റഡീസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത്. എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ആ ഒരു രീതി പറ്റത്തില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് കാണും, മെറ്റീരിയൽസ് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ടത്തിൽ കമ്പൈൻഡ് സ്റ്റഡിക്ക് വേണ്ടി വെച്ചിട്ട് ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാറുള്ളതൊക്കെ. എക്സലന്റ്. അപ്പോൾ സിലബസിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിച്ച് പഠിക്കുകയും കൂടി ചെയ്യുന്നു അല്ലേ? നമ്മുടെ കുട്ടികൾക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു പിടി കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ കൺസിസ്റ്റന്റ് എഫേർട്ടും പേപ്പർ 1 ബേസ് കറക്റ്റ് ചെയ്യാന്നുള്ളത് അതും ഒരുപാട് പേര് മിസ്സായി പോകുന്ന കാര്യമാണെന്ന് തോന്നാറുണ്ട്. സബ്ജക്ട് ഏരിയ പഠിക്കും, പക്ഷേ കുറച്ചുകൂടെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അത് പഠിപ്പിക്കുന്ന അധ്യാപനം ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഹസീനയുടെ ഒപ്പീനിയൻ എന്താ? പേപ്പർ 1 അല്ലേ നമുക്ക് സ്കോർ ഒന്ന് മാക്സിമൈസ് ചെയ്യാൻ, ഒരു ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും പേപ്പർ 1 തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു 50 ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 35-42ൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറേ അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ പരീക്ഷകളുടെ അകത്തും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പാരഗ്രാഫ് കോംപ്രഹെൻഷൻ ഞാൻ ഒരിക്കലും വിട്ടുകളയാത്ത ഒരു ഇതാണ്. നമ്മളെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെഷൻസും അത് തന്നെയാണ്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും പാരഗ്രാഫ് കോംപ്രഹെൻഷനും നല്ല രീതിയിൽ നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഇത് ഞാൻ പറയുന്ന സെയിം പോയിന്റ് ആണ്. അതെ, സാറിന്റെ ക്ലാസ്സിന്റെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ. അതെ, ഒരു 10-30 സെറ്റ് ചെയ്ത് പഠിച്ചാൽ ആർക്കും ഒരു എഫേർട്ട് ഉണ്ട് 6 months കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ലേ? അത് നോർമലി നമുക്ക് എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു ഈ സീറ്റ് വന്നിരുന്നതെന്ന് പറഞ്ഞതിന്. കാര്യം ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അറിയാലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് അതൊരു കൺവിൻസ്ഡ് ആവണമെങ്കിൽ ഒന്നുകിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്ത് ലേറ്റസ്റ്റ് സ്റ്റേജ് ഇൻ ലൈഫിൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിൽ ഒരാൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിന് മുഴുവൻ മോട്ടിവേഷൻ ആവും. അതുപോലെ ഹസീന ഇത് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്റർവ്യൂ കേൾക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ. അടുത്തൊരു ഫോക്കസ് ചെയ്യുന്ന ചോദ്യം, ഈ പേപ്പർ 2 സബ്ജക്റ്റുകളിൽ എന്തായാലും പാടുള്ള ഏരിയകൾ വരും. നോളജിനായിട്ടാണ് പഠിക്കുന്നത്, സിലബസ് കവർ ചെയ്യാനല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. സിലബസ് കവർ ചെയ്യും, അല്ല എങ്കിൽ പോലും നെറ്റിന് വേണ്ടി PYQ അറ്റൻഡ് ചെയ്യാനല്ല, എനിക്ക് അതിൽ അറിവ് നേടണം. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അതിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാവണം, പഠിത്തത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പിടികിട്ടി. അതിൽ ഡിഫിക്കൽട്ടി യൂണിറ്റ്സ് വരുമല്ലോ, അതിനെങ്ങനെ ടാക്കിൾ ചെയ്യും? ഡിഫിക്കൽട്ടി യൂണിറ്റ്സ് വരുന്ന സമയത്ത് ഞാനത് മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ഇങ്ങനെ ഒരു ഇതിനകത്ത് പറയാൻ പാടില്ലാത്തതാണ്, എനിക്ക് ഒരു പരിധി വരെ എനിക്ക് ഈ ഇയേഴ്സ് ഒന്നും അങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഇതില്ല. അപ്പോൾ ഇങ്ങനെ ഇയേഴ്സ് വരുന്നത്, ഇപ്പോൾ കൊമേഴ്സിൻ്റെ കേസിനകത്ത് കുറേ നമുക്ക് കോൺട്രാക്റ്റിൻ്റെ ഇയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ എന്തോരം പഠിച്ചു കഴിഞ്ഞാലും ഞാനത് മറന്നു പോകും. എനിക്ക് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് എവിടെയാണോ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ ഏരിയയുടെ അകത്ത് കൂടുതൽ അവിടെ നിന്ന് മാർക്ക് പോകാതെ ഇപ്പുറത്ത് പോയാലും അത് അപ്പുറത്തുനിന്ന് പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പഠിക്കാറുള്ളത്. അതായത് ഞാൻ ട്രൈ ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, സെൽഫ് നോളജ് വെച്ചിട്ട് നമുക്കറിയാലോ, നമ്മളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് വെച്ചിട്ട് നമുക്കറിയാം ഏത് ഏരിയ നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങില്ല എന്നുള്ളത് മനസ്സിലാകുമ്പോൾ ആ ഏരിയ പയ്യെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേ ഏരിയയുടെ അകത്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഇത്തവണയൊക്കെ കുറെ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ചലഞ്ചിങ് ആയില്ലേ? എങ്ങനെ അതിനെ അതിജീവിച്ചു? അത് മറ്റേ നമ്മുടെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. കാരണം അതിനകത്ത് 1-2 ഒക്കെ അറിയായിരിക്കും, അപ്പൊ നമ്മൾ മാച്ച് ചെയ്യും, എന്നിട്ട് കൂടുതൽ ഏതാണോ എഡ്യൂക്കേറ്റഡ് ഗസ്സിലൂടെയും നമുക്ക് അറിയുന്ന ഇതിലൂടെയും ആൻസറിൽ എത്താവുന്നതേ ഉള്ളൂ. കുട്ടികളുടെ അടുത്തും പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ചോദ്യങ്ങൾ കണ്ട് ഭയപ്പെടരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയുന്ന ഫാക്ടുകൾ മതിയല്ലേ. ഈ 5-6 സ്റ്റേറ്റ്മെന്റ് കണ്ട് പേടിക്കുന്നവരുണ്ട്. ഞാൻ പറയാം അതാ ഏറ്റവും എളുപ്പമെന്ന്. അതിലേതെങ്കിലും ഒരെണ്ണം വരും, അല്ലെങ്കിൽ ഒന്ന് വരില്ല എന്നറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആ 4 ഓപ്ഷനിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. യെസ്. പിന്നെ നമ്മുടെ നേരത്തെ ഉള്ള ഒരു നെറ്റിന്റെ ആ ഒരു പാറ്റേണിന്റെ അകത്ത് മാറിയിട്ട് അസേഷൻ ആൻഡ് റീസണിങ്ങിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ അകത്തൊക്കെ മാറ്റം വന്നത് നല്ല രീതിയിൽ ഗുണമായിട്ടുണ്ട്. കാരണം അതൊക്കെയായിരുന്നു കുറേ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നമുക്ക് 2 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അറിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അസേഷൻ റീസണിങ്ങിന്റെ അകത്തൊക്കെ അസേഷൻ അറിയാം, റീസൺ അറിയാം, പക്ഷെ അത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം.
അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു സിലബസിനകത്തുനിന്ന് ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ അകത്തുനിന്ന് അത് കുറഞ്ഞു കിട്ടിയത് കൊണ്ട് നല്ല രീതിയിൽ അത് ഉപയോഗമായിട്ടുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുക, ഈ മാറുന്ന പാറ്റേൺ 2-3 സബ്ജക്റ്റുകളുടെ ഓവർ ദി ഇയേഴ്സ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പരീക്ഷാ പാറ്റേണിൽ പ്രകടമായിട്ട് എന്ത് മാറ്റമാണ് ഒബ്സർവ് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടർ ബേസ് ടെസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ആദ്യ കാലങ്ങളിൽ ഫേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്കത് ആൻസർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ ഓപ്ഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യുന്ന, പിന്നെ അതിനകത്ത് കുറേ നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് ഒരു പരിധി വരെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയത് നല്ലതാണ്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലകത്ത്. പക്ഷേ നമുക്ക് എഴുതുന്ന സമയത്ത്, നമ്മൾ കണക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പാരഗ്രാഫൊക്കെ വായിക്കുന്ന സമയത്തൊന്നും അണ്ടർലൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതൊക്കെ തുടക്കത്തിൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെസ്റ്റ് പാറ്റേണിൻ്റെ അകത്തൊന്ന് മാറ്റം വെച്ചിട്ട് നമുക്കൊരു സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെ അത് ഫുള്ള് കാണാൻ പറ്റുന്നതുകൊണ്ട് ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർഷത്തെ നെറ്റിൻ്റെ അകത്ത് സിനിമ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത് കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് മാറ്റിയതും നല്ല ഒരു മാറ്റമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ വന്നു, ജയിച്ചു. ഇനി അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ്? അടുത്ത പ്ലാനുകൾ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ എൻ്റെ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യണം. എഡ്യൂക്കേഷൻ്റെ അകത്ത് JRF നേടിയിട്ട് എനിക്ക് PhD പോകണം എന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ പെരുമ്പാവൂർ നാഷണൽ കോളേജ് ഫോർ ടീച്ചർ എഡ്യൂക്കേഷനിൽ ഫാക്കൽറ്റിയാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കരിയർ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് ഒരുപാട് പേരെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരിക്കലും ഇപ്പം ഞാനൊക്കെ എൻ്റെ PG MCOM ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ നെറ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവർ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമെങ്കിലും നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കാലം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നെറ്റ് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പം അതാണ്. ഇപ്പം എനിക്ക് എഡ്യൂക്കേഷനകത്ത് നെറ്റ് കിട്ടിയതും അതുകൊണ്ടാണ്. കാരണം ഞാൻ 2022-24 MAT ബാച്ചാണ്. ഞാൻ സെക്കൻഡ് ഇയർ എഡ്യൂക്കേഷനിൽ നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് എഡ്യൂക്കേഷനിൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമായിരുന്നു, ഈ 25 ബാച്ചിൽ പാസ് ഔട്ട് ആവുന്ന എൻ്റെ ഒരു കുട്ടി പോയി നെറ്റ് എഴുതി ആള് എഡ്യൂക്കേഷനിൽ JRF ക്വാളിഫൈഡ് ആയി. അത് JRF ക്വാളിഫൈഡ് ആയി. അപ്പോൾ നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സബ്ജക്റ്റിന് ടച്ച് വിട്ടു പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവാൻ, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു ഫ്യൂച്ചർ നല്ല സേഫാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു മാതൃകാ അധ്യാപികയാണല്ലേ. നമുക്ക് അധ്യാപകരുടെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ വളർച്ചയാണ്. കോളേജുകളിലൊക്കെ I+ൽ നിന്നും സെഷൻസ് എടുക്കാനായിട്ട് പോവാറുണ്ട്. ഞാനും ടീമൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാ, ഈ ജേണിയോടൊപ്പം നിങ്ങളുടെ ഈ പഠനത്തോടൊപ്പം തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നെറ്റും JRFും ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരെ പഠിപ്പിച്ച് കുറച്ച് പേരെയൊക്കെ JRFിലേക്ക് വരെ എത്തിക്കാൻ മോട്ടിവേറ്റ് ചെയ്തൊരു അധ്യാപിക എന്നുള്ള നിലയിൽ നമ്മുടെ ഇൻ്റർവ്യൂ കാണുന്ന വിദ്യാർത്ഥികളോട് എന്താ പറയാനുള്ളത്? അവരോട് നെറ്റ് ജേണിയിൽ തുടക്കം കുറിക്കുന്ന ഒരാൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവരോട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളൊന്ന് പറയാം. ഇപ്പോൾ നമ്മൾ NDA നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലെ തൊട്ട് നമ്മുടെ എയിം എന്ന് പറയുന്നത് JRF തന്നെയായിരിക്കണം. നമ്മൾ നെറ്റ് നേടുന്നതിനെക്കാട്ടിയും നമ്മുടെ ഏറ്റവും മുകളിലുള്ള ആ ഒരു എയിം വെച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾ ഏത് എക്സാമാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ പോലും, ഏത് എക്സാം ആണെങ്കിലും നമ്മൾ അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ കൺസിസ്റ്റൻസി, ഒരിക്കലും പഠിത്തം നിർത്താതിരിക്കുക, കണ്ടിന്യൂ ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇടയ്ക്കൊക്കെ നമുക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് വരാണെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതൊരു 2-3 ദിവസത്തിന് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. ഇതിനകത്ത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. നമുക്ക് എഴുതുന്ന എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. അപ്പോൾ നമുക്ക് നെറ്റ് കിട്ടിയില്ല, ഒരു ട്രയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തളർന്നു പോകരുത്, ട്രൈ ചെയ്യുക. അലൻ സാറ് ക്ലാസ്സുകളിൽ എപ്പോഴും നമ്മുടെ ആ ഒരു ബൂസ്റ്റർ സെഷൻ്റെ അകത്തൊക്കെ പറയാറുള്ളത് പോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക.
നെറ്റിൻ്റെ റിസൾട്ട് നെറ്റ് എക്സാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരിക്കലും എക്സാം കഴിഞ്ഞത് വിചാരിച്ച് ബുക്ക് മടക്കി വെക്കാതിരിക്കുക, റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നോളജ് എന്ന് പറയുന്നത് അത് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഉപയോഗപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാക്സിമം ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് ഡിഫിക്കൽട്ടിനെ മാറ്റിയിട്ട് ഈസി ആക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുക. നമ്മുടെ ഈസി ആയിട്ടുള്ള ഏരിയയുടെ അകത്ത് ഈസി ആണല്ലോ എന്ന് വിചാരിച്ച് വിട്ട് കളയാതെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പേപ്പർ 1ൻ്റെ അകത്തേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ നമ്മൾ വളരെ നെറ്റിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് പലപ്പോഴും എൻ്റെ നെറ്റ് എനിക്ക് മിസ്സായി പോയിട്ടുള്ളത് 2 മാർക്ക് മീൻസ് ഒരു ക്വസ്റ്റിനൊക്കെയാണ് എനിക്ക് നെറ്റ് പോയിട്ടുള്ളത്. ഇപ്പോൾ അഡ്മിഷൻ ടു PhD ഒക്കെ ഒരു 2-3 സൈക്കിളിന് മുമ്പാണ് വന്നിട്ടുള്ളത്. അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ എൻ്റെ ട്രൈകളിലൊക്കെ എനിക്ക് ഒരു പക്ഷേ അഡ്മിഷൻ ടു PhD കിട്ടേണ്ട സ്കോർ വെച്ചിട്ട് ഞാൻ എൻ്റെ കൊമേഴ്സ് എനിക്ക് ഒരുപാട് പ്രാവശ്യം എനിക്ക് നെറ്റ് കൈവിട്ട് പോയിട്ടുണ്ട്. ബട്ട് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. ട്രൈ ചെയ്യുക അത്രേ ഉള്ളൂ. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. പരിശ്രമമായാലും ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഓർത്ത് പറയുകയും അത് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. മുന്നിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗദീപമായിട്ടൊക്കെ ഇനിയും ശോഭിക്കാനാവട്ടെ. നല്ല വിജയങ്ങളും കരിയറിലെ എല്ലാ ഉയർച്ചകളും ഈ പറഞ്ഞ ആഗ്രഹം പോലെ അടുത്ത തവണ എഡ്യൂക്കേഷനിൽ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ JRFിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിനുശേഷം ഇനിയും JRFകളും നെറ്റുകളും അതിനേക്കാളെല്ലാം ഉപരി സന്തോഷം നൽകുന്ന കാര്യമായിട്ട് വിദ്യാർത്ഥികളിലൂടെ ഒരുപാട് പേരിലേക്ക് അവയർനെസ്സും അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഹസീനയിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.